അവനെ നമ്മൾ എത്ര അകറ്റി നിർത്തിയാലും അവള് പിന്നെയും പിന്നെയും അടുത്തോണ്ടിരിക്കും. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമസ്കാരം പ്രസാദ് റാവു സാറേ. നമസ്കാരം വേദവതിയമ്മേ. നിങ്ങളൊക്കെ ആരാ? എന്റെ പേര് ശേഖർ. ഇതെന്റെ ഭാര്യ ഗൗതമി. നമസ്കാരം. ഇരുന്ന് സംസാരിക്കാമല്ലേ? ഇരിക്കും. ഏതാ ഈ പുതിയ മുഖം? ആർക്കറിയാം ഞങ്ങൾ ആരാണ്, എന്തിനാ വന്നത് എന്നൊക്കെയല്ലേ ആലോചിക്കുന്നേ? അത് തന്നെയാ. ഇവിടുത്തെ മകനുമായിട്ട് ഞങ്ങളുടെ മകളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നേ. എന്താ ഷോക്കായോ? ആവാതെ പിന്നെ. എന്റെ അനിയന്റെ കല്യാണ കാര്യത്തിൽ വീട്ടിലെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ വന്ന് സിമ്പിളായിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നാണെന്ന് പറഞ്ഞ അപ്പൊ കറക്റ്റ് അഡ്രസ്സിലാ എത്തിയത്. ഞങ്ങൾ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ മോളുടെ പേര് നിഹാരിക. നിങ്ങളുടെ മകനെ റെസ്റ്റോറന്റിൽ വെച്ചാ കണ്ടത്. കണ്ടപ്പോ തന്നെ അവൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ദേ നോക്ക്, കാവ്യ, കാവ്യ, നീ നിക്ക് കാവ്യ. നിങ്ങൾ സംസാരിച്ചോ? ഞങ്ങളുടെ മകളുടെ ടേസ്റ്റുമായിട്ട് ഒത്തുപോകുന്ന ഒരു ചെറുക്കനെ കിട്ടാതെ ഞങ്ങളാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ ഞങ്ങളുടെ പണി അവൾ എളുപ്പമാക്കി തന്നെ. കല്യാണം കഴിക്കുമെങ്കിൽ അത് ശ്രീകരനെ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ടാ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. അവനുമായിട്ടൊന്ന് സംസാരിച്ച ബാക്കിയൊക്കെ മുതിർന്നവരായ നമുക്ക് സംസാരിക്കാം. അതിനവനിപ്പോ ഇവിടെ ഇല്ല. എന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പോകാൻ നോക്ക്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞൂടെ? ഒത്താൻ മുമ്പോട്ട് പോ, അല്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെക്കാം. അതല്ലേ അതിന്റെ ശരി. എല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിക്കില്ലല്ലോ. നോക്ക്, ഭാവി മരുമകനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സങ്കല്പങ്ങളുണ്ടോ? മരുമകളുടെ കാര്യത്തിലും ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങൾ നോക്കുന്നത് ആസ്തിയോ അന്തസ്സോ ഒന്നുമല്ല. ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പെൺകുട്ടിയാ. ആചാരാനുഷ്ഠാനങ്ങളോ? എന്താ അത്? ആദ്യം നിങ്ങളുടെ മകളുടെ ജാതകത്തെ കുറിച്ചൊന്ന് പറ. ജാതകം ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ നിഷ്ഠകളെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഏതാ മകളുടെ രാശി? മേടരാശി. മേടരാശി. നക്ഷത്രം? ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം. മാസം? കാർത്തിക മാസം. കാർത്തിക മാസം. ദിവസം? വെള്ളിയാഴ്ച ദിവസം ജനിച്ചത്. വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു കുട്ടിയെ എനിക്ക് എന്റെ മരുമകളായി തന്ന് അനുഗ്രഹിക്കണേ അമ്മേ. എന്താ, എന്തു പറ്റി? പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞങ്ങൾ എന്തിനാ നിങ്ങളോട് കളവ് പറയുന്നത്? എന്റെ അമ്മായിയമ്മ കാത്തിരിക്കുന്നത് ആ ജാതകത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. എന്നാലും ഈ കാലത്ത് ജാതകത്തിനൊക്കെ ഇത്ര പ്രാധാന്യമുണ്ടോ? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാടിനെക്കുറിച്ചും ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചും ഞങ്ങളുടെ പൂർവികരെക്കുറിച്ചും ഞങ്ങളുടെ കുലദൈവമായ അന്നപൂർണ ദേവിയെക്കുറിച്ചും അറിയണം. തുളസിയുടെ ജാതകത്തിലുള്ളൊരു കുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി അവളെ കൊണ്ട് പൂജകൾ ചെയ്യിക്കണം, നിവേദ്യവും സമർപ്പിക്കണം. അപ്പോൾ അന്നപൂർണ മാതയുടെ കടാക്ഷം ലഭിച്ച് നാട് ഹരിത നിബിഡമാകും. എല്ലാ വർഷവും നിങ്ങളുടെ മരുമകള് ഈ മൂക്കുത്തി ധരിച്ച് ഈ ആചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം.
എല്ലാ വർഷവും ആ മുക്കുത്തി ധരിച്ച് അമ്മയ്ക്കുള്ള പ്രസാദമുണ്ടാക്കി ഉത്സവങ്ങൾക്കുള്ള കാര്യക്രമങ്ങള് പൂർത്തിയാക്കണം. അങ്ങനെയുള്ളൊരു ജാതകത്തിൽ ജനിച്ച കുട്ടിക്ക് വേണ്ടി ഒരുപാട് നാളായി അന്വേഷിക്കുമായിരുന്നു ഞങ്ങള്. അവസാനം ഇപ്പോ ദൈവം അയച്ച പോലെ നിങ്ങള് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുക. ജാതകത്തിന്റെ കാര്യത്തിൽ തൃപ്തരാ. അവളെ മരുമകളാക്കാൻ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മകള് ചെയ്യുമെന്നൊന്ന് ചോദിക്കുക. അപ്പോ നിങ്ങളുടെ മകന്റെ തീരുമാനം? എന്റെ മകന് ഞാൻ എടുക്കുന്നത് തീരുമാനം. അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. അവൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ അവളെ ദേവിയെ പോലെ സ്വീകരിക്കാം. ശുഭവാർത്തയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, ഇറങ്ങിക്കോട്ടെ. വരട്ടെ. ഇറങ്ങട്ടെ. ആ, പണിക്കര് പറഞ്ഞ പോലെ കല്യാണ സൂചനകൾ കണ്ടുവരുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് നീ ചേട്ടനെ കിട്ടില്ലെന്നാണോ? അത് തന്നെ. അവന്റെ അമ്മ പറയുന്നത് പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ പൂജ ചെയ്യാൻ കഴിയില്ല. അമ്മായിയച്ഛന് ഉപ്പും മുളകും നോക്കി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. മൂത്ത മരുമോൾക്ക് കോഫിയും ടീയും ഉണ്ടാക്കി കൊടുക്കാൻ വയ്യ. ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവര് പടിഞ്ഞാറാണെങ്കിൽ അവള് കിഴക്കോട്ടാ. ഇത് വർക്കൗട്ടാവും തോന്നുന്നുണ്ടോ? നിഹാരികയ്ക്ക് ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ശരി, അതെന്തായാലും അവള് തീരുമാനിക്കട്ടെ. നീ വാ. എന്റെ അളിയൻ മുമ്പത്തേതുപോലെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല ഏട്ടാ. അല്ലെങ്കിലിപ്പോ നിങ്ങളെ കണ്ടിട്ട് അവൻ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നതെന്നും അവൻ നിന്റെ ആരാണെന്ന് ചോദിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. ആകെ മൊത്തത്തില് ഈ താലി ഒരു വലിയ പരീക്ഷണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ താലി നിങ്ങൾ തിരിച്ചെടുത്താ നമുക്കിടയിൽ പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾ എന്റെ വീട്ടിലേക്കോ വരേണ്ടതായി ആവശ്യം ഉണ്ടാവില്ല എന്ന്. വീണ്ടും വീണ്ടും അത് തന്നെ പറയല്ലേ. ഞാൻ കെട്ടിയ ഈ താലി എന്റെ കൈകൊണ്ട് തന്നെ അഴിക്കുന്നതല്ല നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാവേണ്ടത്. ഇത്രയും കാലം ഞാൻ തന്നോട് ചെയ്തതൊക്കെ വലിയ തെറ്റ് തന്നെയാ. ഇത്രയും കാലം ഉണ്ടായത് ഒരു ദുസ്വപ്നമായിട്ട് നമുക്കത് മറക്കാം. എന്റെ തെറ്റുകളൊന്നും ഞാൻ തിരുത്താതെ ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതല്ല. എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവനെ ഇത് താൻ എനിക്ക് തരുന്ന അവസാന അവസരമായിട്ട് കാണാം. വീട്ടിലെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അവന് എന്റെ ഭാര്യയാണെന്ന് ഞാൻ ഇന്ന് തന്നെ എല്ലാവരോടും പറയും. ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞ് തല കുനിച്ച് ഞാൻ വരില്ല. അവനെ എല്ലാം സോൾവ് ആക്കിയിട്ടേ വരൂ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇത്തവണയും ഞാൻ വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരില്ല. സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി താൻ തയ്യാറെടുക്ക. ഞാൻ പോയിട്ട് വരാം. വരാവനെ.
ഞാനിപ്പോ വിഷമിക്കാതിരിക്കെ. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ശരി ഏട്ടാ. സന്തോഷ വാർത്തയായിട്ട് വരാം. എന്നെ വിശ്വസിക്കാവനെ. എന്നെ നീ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാടാ? ഈ പട്ടാപ്പകലും എനിക്ക് ഇല്യൂഷൻസ് എന്താ? നടന്നത് പറഞ്ഞാ എങ്ങനെ റിയാക്ട് ചെയ്യോ എന്തോ. എന്ന് കരുതി എന്തെങ്കിലും നുണ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഉള്ളതുള്ളതുപോലെ പറയാം. വാ. അച്ഛനമ്മയും തിരിച്ചു വന്നിട്ടുണ്ട്. ശ്രീകർ എന്റെ മാത്രം എന്നർത്ഥം. ഗുഡ് ന്യൂസ് തന്നെയല്ലേ ഗൗതമി? മരുമാനെ കണ്ടോ? നമ്മുടെ പ്രപ്പോസല് അവരെ ആക്സെപ്റ്റ് ചെയ്തോ? ഞങ്ങൾ അവിടെ ചെന്നപ്പോ ശ്രീകർ ഇല്ലായിരുന്നു മോളെ. അവന്റെ പേരൻസിനോട് സംസാരിച്ചു. ഫാമിലി മെമ്പേഴ്സിനെ എല്ലാരെയും കണ്ടു. വലിയ വീട്, ചെറിയ കുടുംബം. നല്ലല്ലേ? നല്ല പ്രൈവസി ഉണ്ടാവും. ബട്ട് ഗുഡ് ന്യൂസുമായി മുഖം ഫ്ലഡ് ലൈറ്റ് പോലെ കത്തിച്ചു വരുമെന്നാ കരുതിയത്. എന്നിട്ട് ബെഡ് ലൈറ്റിന്റെ പോലും ബ്രൈറ്റ്നെസ് മുഖത്തില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ് ഡാഡ്? ഈ ബന്ധം നീ മറക്കുന്നതായിരിക്കും മോളെ നല്ലത്. ഞാൻ എന്തിനാ മറക്കുന്നത്? എന്താ സംഭവിച്ചത്? നിന്നെ ഇഷ്ടപ്പെട്ടു, നിന്റെ ജാതകവും ഇഷ്ടപ്പെട്ടു മോളെ. പക്ഷെ അവരുടെ രീതികളും ആചാരങ്ങളും വ്യത്യസ്തമാണ്. എല്ലാ വർഷവും ആ മുക്കുത്തി ധരിച്ച് അമ്മയ്ക്കുള്ള പ്രസാദമുണ്ടാക്കി ഉത്സവങ്ങൾക്കുള്ള കാര്യക്രമങ്ങള് പൂർത്തിയാക്കണം. നിനക്കാണെങ്കിൽ സ്വാതന്ത്ര്യം വേണം. അവർക്ക് ആചാരങ്ങളെ തുടർന്നുകൊണ്ടു പോകുന്ന ഒരു മരുമകളെ വേണം. നിനക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർക്കാണെങ്കിൽ ആചാരങ്ങളാണ് പ്രധാനം. വിധിവിലക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ആ വീട്ടിലേക്ക് പൂജയും വ്രതങ്ങളും ഒക്കെ നോക്കുന്ന ഒരു പെൺകുട്ടി വേണമെന്ന അവരുടെ ആഗ്രഹം. ആ വീടിന്റെ പടി ചവിട്ടാനുള്ള അർഹത പോലും നിനക്കില്ല. അതിനുവേണ്ടി നീ നിന്റെ രീതികൾ മാറ്റുമെന്ന് കരുതിയാ സൂര്യൻ ഇനി പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വന്നാൽ പോലും നിന്റെ രീതികൾ മാറ്റാൻ കഴിയില്ലല്ലോ. നീ ആ വീട്ടിലെ മരുമകളായി ചെന്ന ആടിനെയും പുലിയെയും ഒരേ കൂട്ടിലടയ്ക്കുന്ന സാഹസികതയായി പോകുമോളെ. ഒന്നും രണ്ടും അല്ല, അവരുടെ രീതികൾ കേട്ടപ്പോ ഞങ്ങളുടെ മകൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വീടല്ലതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി മോളെ. ആ ഉത്സവങ്ങളും അവിടുത്തെ പ്രസാദം തയ്യാറാക്കുന്നതും തലമുറയായുള്ള ആചാരങ്ങളും, അതിൽ നിന്ന് ഒന്നുപോലും നിനക്ക് കഴിയില്ല മോളെ. നിന്റെ ജാതകപ്പൊരുത്തം കേട്ടപ്പോ അവർക്ക് സന്തോഷമുണ്ടായെന്നുള്ളത് സത്യ. നീ എന്തായാലും ശ്രീകരന്റെ കാര്യം മറക്കുന്നതാണ് മോളെ നല്ലത്.
സ്നേഹത്തോടെ ചോദിച്ച കാര്യം ഞങ്ങൾക്ക് നിറവേറ്റാനാകില്ല. നമുക്ക് മറ്റൊരു കല്യാണം നോക്കാം. ശ്രീകരനെ നീ മറന്നേക്ക്. ഞാൻ ആഗ്രഹിച്ചത് എന്താ, അവിടെ സംഭവിച്ചത് എന്താ? ഛെ! ഏതാ മകളുടെ രാശി? മേടരാശി, നക്ഷത്രം? ഭരണി നക്ഷത്രം, മാസം? കാർത്തിക മാസം, ദിവസം? വെള്ളിയാഴ്ച ദിവസം ജനിച്ചത്. എന്റെ മകളുടെ കല്യാണം നടന്നാലും നിങ്ങളുടെ മകന്റെ കല്യാണം സ്വപ്നത്തിൽ പോലും കാണാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഞാൻ 1 മാസം സമയം തരാം. നിങ്ങൾ നിങ്ങളുടെ മകന്റെ കല്യാണം ഒന്ന് നടത്തി കാണിക്കുക. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിക്കും. അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ തല കുനിച്ചു വാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകന്റെ കല്യാണം 1 മാസത്തിനുള്ളിൽ ഞാൻ നടത്തി കാണിക്കും. എന്താ ചലഞ്ചാണോ? ചലഞ്ച് തന്നെയാ. എന്നാൽ ആ ക്ഷണപത്രത്തിന് വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്താ ആലോചിക്കുന്ന വേദ? എന്റെ മകന് എന്റെ ജാതകത്തിൽ ജനിച്ച പെൺകുട്ടിയുമായി വിവാഹം നടക്കില്ലെന്നും അവൻ ഒരിക്കലും കല്യാണം ഉണ്ടാവില്ലെന്നും സുജാത അന്ന് നമ്മളെ ശപിച്ചിരുന്നില്ലേ? എനിക്ക് സുജാതയുടെ മുമ്പിൽ ജയിക്കാനെങ്കിലും ഇപ്പൊ വന്ന പെൺകുട്ടിയുമായി ശ്രീകരന്റെ വിവാഹം നടത്തിയിരിക്കും. ഇന്ന് തന്നെ എല്ലാ സത്യങ്ങളും പറയണം. ഇല്ലെങ്കിൽ എന്റെ ആവനെ എനിക്ക് നഷ്ടപ്പെടും. അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ വന്നാലും സാരമില്ല. ഇന്ന് എന്തൊക്കെ തടസ്സം വന്നാലും സത്യം പറഞ്ഞിരിക്കും. ശ്രീകരന്റെയും നിഹാരികയുടെയും വിവാഹം നമ്മൾ നടത്തും. അവരാലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? എന്തിനാ തിരക്ക് കാണിക്കുന്നേ? അന്വേഷണങ്ങൾക്കൊടുവിൽ ജാതകം ചേർന്നൊരു പെൺകുട്ടിയെ നമുക്ക് കിട്ടി. എങ്ങനെ വിടാനാ ചേട്ടാ? കല്യാണം ആഘോഷമായിട്ട് നടത്തി സുജാതയ്ക്ക് മുമ്പിൽ അന്തസ്സായിട്ട് എനിക്ക് നിൽക്കണം. അവളുടെ നിഗമനങ്ങള് തെറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് പറയും. ഞാൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു തന്നു. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിങ്ങൾ അവളെ സ്വീകരിക്കണമെന്നും ആരെയും പേടിക്കാതെ ധൈര്യത്തോടെ പറയണം. നമ്മൾ എല്ലാ രീതിയിലും ചിന്തിച്ചിട്ട് വേണം ഈ കല്യാണം നടത്താൻ. സുജാതയോടുള്ള വാശി ജയിക്കാനല്ല, അത് ഓർമ്മ വേണം. എല്ലാം ആലോചിച്ച് തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തത്. ഇതിനെക്കുറിച്ച് ശ്രീകരനോട് പെട്ടെന്ന് തന്നെ പറയണം. അവൻ എവിടെയാണേലും ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ. ആഹാ, അവൻ വന്നല്ലോ. നീ ഇങ്ങോട്ട് വന്നേ മോനെ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോനെ. ഒരേ സമയത്ത് 2 വ്യക്തികള് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ ശ്രമിക്കുന്നത് 2 മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോലെയെന്നാ. 99% ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാകുന്ന പഴമക്കാര് പറഞ്ഞിട്ടുള്ളത്. നീ ഇങ്ങനെ നിന്ന് അപശകുനം പറയല്ലേ? നീ എന്തോ പറയാനായിട്ട് വന്നതല്ലേ? അതെന്താണെന്ന് പറ. അമ്മേ, ഞാൻ പറയാൻ വന്നത്. എന്തോ പറയാൻ തീരുമാനിച്ചു വന്നിട്ട് എന്താടോ ഒന്നും പറയാത്തെ? പറ മോനെ. എന്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മേ. കാർത്തിക മാസത്തിന്റെ അന്നും ലൈഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് അന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ വിവരം പോലും ഇല്ല.
പിന്നെയും തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അമ്മേ, അമ്മയ്ക്കിത് മനസ്സിലാകുമെന്നാ എന്റെ വിശ്വാസം. നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറയാൻ നിനക്ക് എന്താ മോനെ വിഷമമുള്ളത്? ഏതായാലും നിന്നേക്കാൾ മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിന്നോട് പറയാം. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇന്ന് നമ്മള് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം നടന്നു മോനെ. അതെന്താന്നറിയണ്ടേ?